വീട്ടിൽ കന്നുകാലിക്കടത്ത് ആരോപിച്ച് തല്ലിക്കൊല്ലും. സഭാവസ്ത്രമാണെങ്കിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് തുറങ്കിലടയ്ക്കും. രാജ്യത്തിനു തന്നെ അപമാനമായ ഉത്തരേന്ത്യൻ ഹിന്ദുത്വ മോഡൽ ഈ നാടിന്റെ മതേതരത്വത്തെ കാർന്നു തിന്നുന്ന വിധമാണ്. കുഷ്ഠരോഗികൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഗ്രഹാം സ്റ്റെയിൻസ് എന്ന മിഷണറി പ്രവർത്തകരെ മറന്നിട്ടുണ്ടാകില്ല സംഘപരിവാർ. മതപരിവർത്തനം ആരോപിച്ച് ഒരു കുടുംബത്തെ ഒന്നടങ്കം ചുട്ടുകൊല്ലുമ്പോൾ ആരോപിക്കപ്പെട്ട കുറ്റമെന്തെന്ന് തിരിച്ചറിയാനുള്ള പ്രായം പോലും ഉണ്ടായിരുന്നില്ല ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക്. മധ്യപ്രദേശിലും ഗുജറാത്തിലും ഒഡീഷയിലും മണിപ്പൂരിലും എന്തിന് കേരളത്തിൽ വരെ ഒരു കൈയിൽ കേക്കും മറുകൈയിൽ വടിവാളുമായി അരമനകൾ കയറിയിറങ്ങുന്ന മതവെറിയന്മാരുടെ കൊലച്ചിരി നീതിപീഠങ്ങളെ പോലും വിറപ്പിക്കുമ്പോൾ മതേതരമെന്ന് പറഞ്ഞു പഠിച്ച മാതൃനാടിന്റെ നിലയോർത്ത് നെഞ്ചിൽ കനപ്പെട്ടൊരു വിങ്ങലാണ്. കത്വയും ഉന്നാവും ഹത്രാസുമൊക്കെ സ്വന്തം കൂടെയിൽ സുരക്ഷിതമായൊന്ന് കണ്ണടയ്ക്കാൻ ഭയപ്പെടുത്തുന്നുണ്ടാകും ഉത്തരേന്ത്യൻ കൌമാരങ്ങളെ. വയറു നിറച്ചുന്ന ആഹാരം കഴിക്കാനും നല്ലൊരു വസ്ത്രമണിയാനും സുരക്ഷിതമായൊരു കൂരയ്ക്കു കീഴിൽ അന്തിയുറങ്ങാനുമാണ് കന്യാസ്ത്രീ മഠങ്ങളുടെ സുരക്ഷിതത്വം തേടി അവർക്ക് രാജ്യമൊട്ടാകെ അലയേണ്ടി വരുന്നത്. മതപരിവർത്തനമല്ലെന്ന് പ്രായപൂർത്തിയായ പെൺകുട്ടികളും അവരുടെ കുടുംബവും വിളിച്ചു പറയുമ്പോഴും പരിവാർ കൂട്ടങ്ങൾക്കിത് കാത്തിരുന്ന സുവർണാവസരമാണ്. അനീതിയുടെ കൽത്തുറങ്കിൽ മതവെറിയുടെ നോവണ്ണി കാത്തിരിക്കുന്ന സഹോദരിമാരോടാണ് ശമുവേൽ പുരോഹിതന്റെ 1-ാം പുസ്തകത്തിലെ 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, നിങ്ങൾ ദരിദ്രനെ പൊടിയിൽ നിന്നും നിവർത്തുക, അഗതിയെ കുപ്പയിൽ നിന്നും ഉയർത്തുക, പ്രഭുക്കന്മാരോട് കൂടെയിരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ.